നമുക്കറിയാം CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൽ സത്യമേതാണ് കള്ളമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ CJP പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈവൻ മലയാള മാധ്യമങ്ങൾ പോലും ഈ വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കുകയാണെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ അവിടെ പോലീസിനെ ഇവർ ആക്രമിക്കുന്നത് കാണിക്കുന്നില്ല, മറിച്ച് പോലീസിനെ ആക്രമിക്കുന്ന ഇവരെ പോലീസ് തിരിച്ച് ലാത്തിക്കൊണ്ടടിക്കുമ്പോൾ പോലീസിൻ്റെ നരനായിട്ടെന്ന് പറഞ്ഞ് മലയാള മാധ്യമങ്ങൾ കാണിക്കുകയാണ്. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ തൻ്റെ അനുഭവം വിവരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെക്കുറിച്ച് മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഈ സൂര്യകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ആണ് ഈ ഇവിടെയുള്ള യുവതയെ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യുവതയെ പാറ്റകൾ എന്ന് വിളിച്ച് അപഹസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമരം തന്നെ തുടങ്ങുന്നത്. എന്തായാലും വെള്ളിയാഴ്ച കോടതിയിൽ നടന്ന വാദം കേൾക്കലിൽ ഈ വിഷയത്തിൽ ഔപചാരികമായിട്ടുള്ളൊരു ഹർജിയും ഫയൽ ചെയ്തിട്ടില്ലെന്നും ഒരു പ്രാതിനിധ്യം മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ആരോ ഈ വിഷയം വാമൊഴിയായി മാത്രമേ പരാമർശിച്ചുള്ളൂ, ഈ വിഷയം വാദം കേൾക്കാൻ താൻ വിസമ്മതിച്ചുവെന്ന് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് അവിടെ വിദ്യാർത്ഥികളെ അടിക്കുന്നു, ഈ അടിക്കുന്ന വിഷ്വൽസ് താങ്കൾ കാണണമെന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു ഹർജി എത്തി. പക്ഷേ ആ ഹർജി വന്നപ്പോൾ സൂര്യകാന്ത് പറഞ്ഞത്രേ ഈ ഹർജിയൊന്നും കേൾക്കാൻ സുപ്രീം കോടതിക്ക് ഇപ്പോൾ ഒരു സമയമില്ല, അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാണ് CJP-ക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കടന്ന് സൂര്യകാന്തിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി തുടങ്ങിയത്. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർക്കണം, ഇവിടെ പ്രധാനമന്ത്രിയുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണ് തള്ളിയിട്ടാകണം മിക്കവാറും നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇന്ന് ഇങ്ങനെ വന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായത്. അതായത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ട സുപ്രീം കോടതിക്ക് പോലും പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉരുത്തിരുന്നത്. എന്തായാലും സുപ്രീം കോടതിക്കും ഇപ്പോൾ രക്ഷയില്ലാതായിരിക്കുന്നു ഇവരുടെ പ്രൊപ്പഗാൻഡ വാറിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.